എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷയിൽ ഈ തെറ്റ് സംഭവിക്കരുത്. അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഇനി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്കും കൂടെ എന്ത് ചെയ്യരുത്, തെറ്റുകൾ സംഭവിച്ചുകൂടാ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരികയാണ് ജൂലൈ 2 മുതൽ. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുടെ കാര്യം ഞാൻ ആദ്യം പറയാം. മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ലഭിക്കാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ ഞാൻ ഈ തെറ്റ് സംഭവിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞ വീഡിയോ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾ. അതിന് കാരണമെന്ന് പറയുന്നത്, നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ അപേക്ഷയിൽ യാതൊരു തെറ്റും കാരണമല്ല നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുന്നത്, ഇതുവരെ കിട്ടാതെ പോയത്. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ചോദ്യത്തിന് അത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് മറുപടി പറയേണ്ടത്. കാരണം എന്തുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇങ്ങനെയെന്ന് അറിയത്തില്ല. അതായത് എന്താണ്, SLC ജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉന്നത പഠനത്തിന് അർഹതയില്ലേ എന്നുള്ള ചോദ്യത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പും സർക്കാരുമാണ് മറുപടി നൽകേണ്ടത്. അപ്പോൾ ഇനി ഈ തെറ്റ് സംഭവിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞ കാര്യം എനിക്ക് കമൻറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥി പറഞ്ഞൊരു കമൻറ്റാണ്, എനിക്ക് 3rd അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് സീറ്റ് കിട്ടുന്നത്. പക്ഷേ ഞാൻ കൊടുത്ത പഞ്ചായത്ത് മാറിപ്പോയത് കാരണം സ്കൂളിൽ ചെന്നപ്പോൾ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? അത് പഞ്ചായത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ ഒന്ന് നിസ്സാരമായിട്ടത് മാറിപ്പോയി. ആ മാറിപ്പോയെന്നുള്ള ഒറ്റ കാരണത്താൽ ആ വിദ്യാർത്ഥിയുടെ സീറ്റ് നഷ്ടപ്പെടുകയാണ്. ആശിച്ചു മോഹിച്ച് കിട്ടിയ സീറ്റായിരുന്നു. ആ വിദ്യാർത്ഥി എന്നോട് കരഞ്ഞുകൊണ്ടാണ് കമൻ്റ് ഇട്ടത്, ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടി, ഇഷ്ടപ്പെട്ട കോഴ്സും കിട്ടി, പക്ഷെ പഞ്ചായത്ത് മാറിപ്പോയത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ആ കുട്ടിക്കാണ് 3rd അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് സീറ്റ് കിട്ടുന്നത്. ഫസ്റ്റിലും സെക്കൻഡിലും എവിടെയും സീറ്റ് കിട്ടിയിട്ടില്ല, 3rd അലോട്ട്മെൻറ്റിലാണ് ആദ്യം കിട്ടിയത്. പക്ഷെ ഇതാണ് അവസ്ഥ. ഈ +1 അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതാണ്, നമുക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നിസ്സാര തെറ്റെന്ന് കരുതുന്ന പോലും വലിയൊരു തെറ്റാണ്. നമ്മൾ തെറ്റ് പറ്റി നമ്മുടെ കയ്യിൽ നിന്ന് പോലും നമ്മളറിയാതെ സംഭവിക്കുന്നതല്ലാണ്. ആ വിദ്യാർത്ഥി ആ പഞ്ചായത്ത് മാറിപ്പോയത് അറിഞ്ഞിട്ട് പോലുമില്ല. അതാണ് ഏറ്റവും വലിയ രസം. ഇത് ഈ വിദ്യാർത്ഥിക്ക് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്, ഇത് എല്ലാ വർഷങ്ങളിലും സംഭവിക്കാറുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥികൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇത് ആ വിദ്യാർത്ഥിയെ ഞാൻ പരിഹസിച്ചുകൊണ്ടോ കളിയാക്കിക്കൊണ്ടോ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഇത് എന്ത് ചെയ്ത് ഇനി അത് സംഭവിച്ചുകൂടാ ആർക്കും. അത് എല്ലാ വർഷവും ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റ് പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ എൻ്റെ ധാരണ വെച്ച് അപേക്ഷയിൽ തെറ്റ് വന്നു പോയാൽ പിന്നെ അപേക്ഷിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നൽകേണ്ടി വരും. പിന്നെ സപ്ലിമെൻ്ററി വരെ നിങ്ങളുടെ അവസ്ഥ വെറുതെ നിൽക്കുകയാണ്. കാരണം മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു പോവും. നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഒരു വിദ്യാർത്ഥി എഡിറ്റ് ചെയ്ത് അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു വലിയ പേജിൻ്റെ മുമ്പിലാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കി കാണും, വലിയൊരു A4 ഷീറ്റ് പോലത്തെ വലിയൊരു പേജല്ലേ നിങ്ങൾ മുമ്പിൽ കാണുന്നത്. ആ പേജിനകത്ത് നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കൊടുത്ത മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു കിട്ടും. അന്നേരം ചില വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്ന ഈ ഒരു കാര്യമാണ്, എന്ത് ചെയ്തില്ല, അത് നോക്കിയാൽ വേഗമായി ഡിക്ലെയർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യും. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് തെറ്റുമൂലം കിട്ടാത്തത്, നിങ്ങളുടെ കയ്യിൽ തെറ്റ് സംഭവിച്ചത് കൊണ്ട് കിട്ടാത്തത് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ യാതൊരു തെറ്റില്ലാതിരുന്നിട്ട് പോലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ പുറത്ത് നിൽപ്പുണ്ട്. പക്ഷേ ആ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്നിപ്പോൾ പറയുന്നത്, ഇപ്പോൾ മറ്റന്നാൾ ജൂൺ 24 കൂടെ പഠിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും, കൂടെ പഠിക്കുന്നവർക്കൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് എന്നോട് പറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഓരോ വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടില്ല. കമൻറ്റ് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടെ പഠിക്കുന്നവരൊക്കെ സ്കൂളിൽ പോവും, ഇവന് സ്കൂളിൽ പോകാൻ പറ്റില്ല. കാരണം എന്താ, ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്, സീറ്റ് കിട്ടിയിട്ടില്ല, അപേക്ഷയിൽ ഒരു തെറ്റുമില്ല.
അപേക്ഷയിൽ ഒരു തെറ്റുമില്ല, ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷേ മുക്കിക്കട്ടത്തിലെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ വന്നിട്ടും ഒരു സ്കൂളിനും സീറ്റ് ലഭിച്ചില്ല. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത്. ആ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതിന് എത്ര കാലം വെയിറ്റ് ചെയ്യണം? വെയിറ്റ് ചെയ്ത്. കാരണം നമ്മളിപ്പോൾ ന്യൂസിലൊക്കെ നോക്കിയാൽ കാണാം, ഒരുപാട് വിദ്യാർത്ഥികളാണ് മലബാർ മേഖലയിൽ പ്രശ്നം അനുഭവിക്കുന്നത്. അപ്പോൾ അതും ഫുൾ A+ ഉള്ള വിദ്യാർത്ഥികളാണ് മാധ്യമങ്ങളിൽ വരുന്നത്, വിവിധ ന്യൂസുകളിലൊക്കെ വരുന്നത്. ഫുൾ A+ ഉണ്ടായിട്ടും സീറ്റില്ല എന്നൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണ്. എല്ലാ വർഷവും ഇതുപോലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാ വർഷവും ഉണ്ട്. ഈ വർഷം മാത്രം ആദ്യമായിട്ട് വരുന്നൊന്നും അല്ല ഈ കേസുകളൊന്നും. അപേക്ഷയിൽ തെറ്റുപറ്റുന്ന കേസുകളും എല്ലാ വർഷവും തന്നെ ഉള്ളതാണത്. ഈ വർഷം ആദ്യമായിട്ട് എവിടെയും പൊട്ടിമുളച്ചതൊന്നും അല്ല അത്. അന്നേരം പല വിദ്യാർത്ഥികൾക്കും പല കാരണത്താൽ ഞാൻ ആദ്യം എവിടെയാണ് പറഞ്ഞു വെച്ചത്, നിങ്ങളുടെ മുമ്പിൽ വലിയൊരു പേജ് ഓപ്പണായി വരുമ്പോൾ, അതായത് നിങ്ങളുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഉള്ള പേജ് ഓപ്പണായി വരുമ്പോൾ ആ പേജ് എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ നൽകുന്നറിയാമോ? ആ ഒറ്റയൊരു പേജിൽ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കൊടുത്ത മുഴുവൻ ഡീറ്റെയിൽസും ആ ഒറ്റയൊരു പേജിൽ കാണും. ആ ഒറ്റയൊരു പേജ് എന്തിനാണ് തരുന്നത്? നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ ആ മറ്റേ A to Z കാര്യങ്ങളുണ്ട്, നിങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ മുതൽ അവസാനം ഫൈനൽ കൺഫർമേഷൻ എത്തുന്നത് വരെയുള്ള മുഴുവൻ ഡീറ്റെയിൽസുമാണ് ആ ഒറ്റ പേജിലുള്ളത്. അതെന്തിനാണ് അവിടെ നൽകുന്നത്? നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ. നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ സാധിക്കും. ആ ഒരു പേജിലെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, SLC മാർക്ക്, ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണും. ഇനി എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ എല്ലാം അതിൻ്റെ ഇടയിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും വീണ്ടും. പക്ഷേ ഡിക്ലറേഷൻ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ പിന്നീട് നിങ്ങൾക്ക് നോ എഡിറ്റിംഗ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേംഡായി. ഫുൾ ബി ക്ലോസ്ഡ് ബി ആൻ ആപ്ലിക്കേഷൻ. ദ ആപ്ലിക്കേഷൻ വിൽ ബി ഫൈനലി കൺഫേംഡ്. ദി ആപ്ലിക്കേഷൻ വിൽ ബി ഫൈനലി കൺഫേംഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് തെറ്റ് മൂലം കിട്ടാത്തതെന്ന് ഞാൻ പറയുന്നില്ല. ഇനി നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ അവരെയും കൂടി ഇവിടെ ഉൾപ്പെടുത്തിയതിന് കാരണമെന്ന് പറയുന്നത്, ഇനി നിങ്ങൾ ട്രയലിന് മുമ്പ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോഴാണ് നിങ്ങൾ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ലാസ്റ്റായി ഡിക്ലെയർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നൽകിയത്. അതിനുശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടിയിട്ടേ ഇല്ല. ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഇത് ബാധകമാണ്. തെറ്റ് സംഭവിച്ചുകൂടാ. അതായത് ഇനി നിങ്ങൾ കൊടുത്ത ഇപ്പോൾ ജൂലൈ 2 നിങ്ങൾ അക്ഷയയിലോ സ്കൂളിലോ എവിടെയെങ്കിലുമൊക്കെ പോയി എഡിറ്റ് ചെയ്യുമല്ലോ. അന്നേരം ഇതുവരെ കിട്ടാത്ത വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് നൽകിയാലേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ എഡിറ്റ് ചെയ്ത് നൽകേണ്ടി വരും. അന്നേരം സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, നിങ്ങൾ ആപ്ലിക്കേഷൻ ID HSCAP എന്ന വെബ്സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് ജില്ലയും നൽകി ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ നൽകിയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും, ഞാൻ ആദ്യം പറഞ്ഞില്ലേ വലിയൊരു പേജ് ഓപ്പണായി വരുന്നെന്ന് പറഞ്ഞാലേ, ആ ഒരു പേജിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ ഒരു പേജിലേക്ക് നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള മുഴുവൻ സെക്ഷനിലേക്ക് പോകും. ആ വലിയ പേജ് ലാസ്റ്റേ വരുള്ളൂ, അത് മാറിപ്പോയതാണേ. അപ്പോൾ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള വിവരം വരും. അത് അവിടെ നിങ്ങൾക്കൊന്നും ചിലപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് തെറ്റ് മൂലം കിട്ടാത്തല്ല. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം വരുന്ന പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, അത് നെക്സ്റ്റ് എന്ന് കൊടുക്കണം. രണ്ടാമത് വരുന്ന പേജ് എന്താണ്? നിങ്ങളുടെ മാർക്ക് എൻട്രി ചെയ്യാനുള്ള പേജല്ലേ, SLCയുടെ, അത് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ല. ലാസ്റ്റ് നിങ്ങൾക്ക് എവിടെ മാത്രമേ ഇപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് എവിടെ മാത്രമേ എഡിറ്റ് ചെയ്യാൻ കാണുള്ളൂ? നിങ്ങളുടെ ആ ഓപ്ഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്യാനേ കാണുള്ളൂ. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പുതിയ വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിലവിൽ വെച്ചിട്ടുള്ള സ്കൂളുകളും കോഴ്സുകളും എടുത്തു മാറ്റുകയും ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ വെക്കാത്ത സ്കൂളുകളും കോഴ്സുകളും ചിലപ്പോൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അവിടെ മാത്രമേ എഡിറ്റ് ചെയ്യേണ്ടി വരുള്ളൂ, വേറെ എവിടെയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതുണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാത്രം. പക്ഷേ പുതിയൊരു അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം മുതലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പോലും തെറ്റ് വരാൻ പാടില്ല.
നിങ്ങളുടെ SLC ബുക്കിലും ആധാറിലും ഒക്കെ കൊടുത്തിരിക്കുന്ന അതേ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അത് ചെയ്യേണ്ടത്. അതായത് SLC ബുക്കിലെ ആധാറിലെയും പോലെ തന്നെ പേര് പോലും എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും വരാൻ പാടില്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരെ വന്നാൽ അതുവരെ അഡ്മിഷന് നിങ്ങളുടെ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികളാണ്. പിന്നെ തെറ്റുപറ്റിപ്പോയ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യണം? എവിടെയാണ് തെറ്റുപറ്റിയെന്ന് നോക്കണം. നിങ്ങളുടെ അപേക്ഷ എവിടെ തെറ്റുപറ്റിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. ഇന്ന കാരണത്താൽ നിങ്ങളെ അപേക്ഷ നിന്ന് പരിഗണിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എവിടെയാണ് തെറ്റുപറ്റിയെന്ന് അതിൻ്റെ അടിയിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് അപേക്ഷ കൊടുക്കുകയാണ്, നിങ്ങൾക്കെന്താണ് ഇനിയൊരവസരം ഇല്ല. +1 ഇനിയൊരവസരം ഇല്ല. സപ്ലിമെൻ്ററി കഴിഞ്ഞാൽ എന്തുണ്ട്? സ്പോട്ട് അഡ്മിഷൻ. അതിപ്പോൾ ട്രാൻസ്ഫറിന് ശേഷം. സ്പോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, പോയെന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇപ്പോൾ തന്നെ ചില സ്കൂളുകളിൽ 1 or 2 വേക്കൻസിയേ ഉള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ. അല്ലാതെ നിങ്ങൾ ആദ്യം കണ്ടതുപോലെ വലിയ ആനകുതിരയായിട്ടുള്ള ആനകുതിര വേക്കൻസി ഒന്നും ഇല്ല. അതാണ് സംഭവം. അതിപ്പോൾ നിങ്ങൾ മുക്കിക്കെട്ടത്തിന് മുമ്പ് 65 വേക്കൻസി ഒരു സ്കൂളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അവിടെ 10-15 കാണുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നമ്മൾ ചില ജില്ലയുടെയൊക്കെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ സ്കൂളുകളുടെ എല്ലാം പേര് ഒരു സൈഡിൽ, പിന്നെ വേക്കൻസി ലിസ്റ്റ് ഒരു സൈഡിലാണ്. അവിടെ 1 ചില സ്കൂളുകളൊക്കെ ഒറ്റ കോഴ്സിന് ഒറ്റ വേക്കൻസി ഉള്ളത്, ബാക്കിയെല്ലാം തന്നെ സ്പോർട്സ് കോട്ടയിൽ ഫില്ലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇനിയൊരവസരം ഇല്ല. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇതുവരെ കിട്ടാത്തവർ കുറേ വിദ്യാർത്ഥികൾക്ക് കിട്ടും. ഇതുവരെ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾ അപേക്ഷിച്ച് കഴിയുമ്പോൾ അപേക്ഷിച്ച കുറേ വിദ്യാർത്ഥികൾക്കും ഇതുവരെ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാൻ നിൽക്കുന്ന കുറേ പേർക്കും കൂടെ കിട്ടും. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതെ പോയ നിരവധി വിദ്യാർത്ഥികൾക്കും കൂടെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ കയറും. അതിനാണല്ലോ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും എല്ലാ വർഷവും കുറേ വിദ്യാർത്ഥികൾ കയറാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വേക്കൻസി ഉള്ള നോക്കണം. അതായത് നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞില്ല, എന്നെ കിട്ടുന്നത് എന്ത് ചെയ്യണം? കൂടുതൽ വേക്കൻസി ഉള്ള സ്കൂളുകൾ നോക്കി കൊടുക്കണം. പറ്റുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു ഇപ്പം എന്നോട് പല വിദ്യാർത്ഥികളും ചോദിച്ച മറ്റൊരു ചോദ്യമാണ് എന്തെന്ന് വെച്ചാൽ, സാർ ഞാൻ സയൻസാണ് ആഗ്രഹിക്കുന്നത്, ഇനി സയൻസ് മാത്രം വെച്ചാൽ കിട്ടുമോ? 90% മാർക്കുള്ളത്, അത് SLCയിൽ 90% മാർക്കുള്ള വിദ്യാർത്ഥിയാണ് പറയുന്നത്, എനിക്ക് മുക്കിക്കെട്ട അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നപ്പോൾ എവിടെയും സീറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഞാൻ കൊമേഴ്സും കൂടി കൊടുക്കണോ സാറേന്ന്? ഈ സയൻസ് മാത്രം വെച്ചാൽ എനിക്ക് കിട്ടുവാണ്. ആ കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹം ഏതാണ്? സയൻസാണ്. പക്ഷെ എന്തില്ല, സയൻസ് മാത്രം വെച്ചാൽ കിട്ടുമെന്ന് ആ കുട്ടിക്ക് തന്നെ ഉറപ്പില്ല. ഇതാണ് സംഗതി. അപ്പോൾ ഞാനതിനന്ന് മറുപടി എന്താണ് കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത് ഇഷ്ടമാണെങ്കിൽ കൊടുത്തതെന്നും കണ്ട ഞാനന്ന് മറുപടി കൊടുത്തതെന്ന് എൻ്റെ ഓർമ്മ. അതൊക്കെ അപേക്ഷിക്കുന്നവരുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് കിട്ടുമെന്നില്ലെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കൊടുത്തോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏത് കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയാലും അത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് +2 ഈ SLCയിൽ 90, 100, 50 SLCയിൽ നല്ല മാർക്കോടെ നിങ്ങൾ വന്നു കഴിഞ്ഞ് +1 ഇഷ്ടമില്ലാത്തൊരു കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് ഈ അലോട്ട്മെൻറ്റ് സമ്പ്രദായം അങ്ങനെയാണ്. ഇപ്പോൾ കിട്ടിയ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ അടിയാണ്. കിട്ടിയ വിദ്യാർത്ഥികൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. കൊമേഴ്സ് കിട്ടിയവന് സയൻസിലേക്ക് പോകണം, സയൻസ് കിട്ടിയവന് കൊമേഴ്സ് വേണം, ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്, അത് എന്ത് ചെയ്യണം? കൊമേഴ്സ് വേണം, കൊമേഴ്സ് കിട്ടിയവന് സയൻസ് വേണം. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയാണ് കോഴ്സ് മാറ്റത്തിന്. കാരണം കിട്ടിയവന് തൃപ്തിയായിട്ടില്ല ഇതുവരെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു വിദ്യാർത്ഥി, അതായത് ഇഷ്ടമുള്ള സ്കൂൾ, ഇഷ്ടമുള്ളൊരു കോഴ്സ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാണ്. ഒന്നെങ്കിൽ നീ ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ നീ ഭാഗ്യവതിയാണ്. കാരണം ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സുമാണ് കിട്ടിയെങ്കിൽ നീ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് എന്ന് ഞാൻ 100% പറയുള്ളൂ. കാരണം എന്താണ്, ഇപ്പോഴും ഇഷ്ടമുള്ള സ്കൂള്, ഇഷ്ടമുള്ള കോഴ്സ് ആഗ്രഹിച്ചിട്ട് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഇതാണ് വാസ്തവം. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കുക. പക്ഷേ
ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തിട്ട് കിട്ടാതെ പോയിട്ട് എന്നെ കുറ്റം പറയില്ല കേട്ടോ. എൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായ പ്രകാരം ഇഷ്ടമുള്ള സ്കൂളും ഇഷ്ടമുള്ള കോഴ്സും മാത്രം കൊടുക്കുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസ്പെക്ടസ് വന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു +1 അലോട്ട്മെൻറ്റിനെ കുറിച്ച്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വലിച്ചു വാരി കൊടുക്കുന്നതുകൊണ്ട് അർത്ഥമില്ലെന്ന്. നിങ്ങൾ സയൻസ് ഇപ്പം എനിക്ക് പരിചയമുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട് സയൻസ് എടുത്തിട്ട് സയൻസ് പഠിക്കാൻ പറ്റാതിരിക്കുന്ന വിദ്യാർത്ഥികൾ. +1 അലോട്ട്മെൻറ്റല്ലേ, ഏകജാലക സമ്പ്രദായമല്ലേ, എവിടെയെങ്കിലും സീറ്റ് കിട്ടട്ടെ സയൻസൊക്കെ കൊടുത്തു. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ്, എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന അവസ്ഥയാണ്. കിട്ടിയപ്പോഴല്ലേ മനസ്സിലായത് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് ചെയ്തിരുന്നത്. കാരണം എന്താ, എവിടെയെങ്കിലും കിട്ടട്ടെ എന്ന് എഴുതി കൊടുത്തു, കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിലും പാര, എഴുതിയിൽ എണ്ണ ഒഴിച്ചു. അതാണ് സംഭവിച്ചത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് സയൻസ് എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. ഇനി ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസ് എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ SLCയിൽ നിങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കിനി SLCയിൽ നല്ല മാർക്കോട് കൂടി വരുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് +2 എത്തുമ്പോൾ ചിലപ്പോൾ ഫെയിലായി പോകും, ചിലപ്പോൾ ജസ്റ്റ് പാസ്സായി പോകും. നിങ്ങൾ SLCയിൽ നിങ്ങൾ വന്ന പോലെ SLCക്ക് 100ഉം 96ഉം 80ഉം 79ഒക്കെ കിട്ടിയൊരു വിദ്യാർത്ഥിയാണെങ്കിൽ +2 കഴിയുമ്പോൾ അത്രയും കാണില്ല. കാരണം ഇഷ്ടമില്ലാത്തൊരു കോഴ്സാണ് എടുത്തത്. കാരണം നമ്മൾക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന് നമുക്ക് തന്നെ ഒരു ധാരണ വേണം, മനസ്സിനൊരു ഇത് വേണം. നമുക്ക് മനസ്സിനോട് ഏത് സബ്ജക്റ്റ്, ഇപ്പോൾ സയൻസ് സബ്ജക്റ്റുകളോടാണ് താല്പര്യമെങ്കിൽ സയൻസ് എടുത്തോ, സയൻസാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് മാത്തമാറ്റിക്കലി കൊമേഴ്സ് ഫിനാൻസിങ് അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലാണ് താല്പര്യമെങ്കിൽ കൊമേഴ്സ് എടുക്കണം. ഹ്യൂമാനിറ്റീസ് ചരിത്രം പിന്നെ എക്കണോമിക്സ് ഉണ്ട്, ജിയോളജി ജോഗ്രാഫി ആന്ത്രോപോളജി അങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ ഇഷ്ടമാണെങ്കിൽ, പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഹ്യൂമാനിറ്റീസ് എടുക്കണം. അല്ലാതെ മറ്റൊരു വിദ്യാർത്ഥിയുടെ പുറകെ പോരുത്. അത് ഞാൻ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ തെറ്റ് സംഭവിച്ചുകൂടാ എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ പറഞ്ഞ് എവിടെ വരെ എത്തിയല്ലേ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഇതാണ് വാസ്തവം. ഇത് മുൻ വർഷങ്ങളിലൊക്കെ, നിങ്ങളിപ്പോൾ പുതിയ വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറയും. എപ്പോഴാണ് നിങ്ങളൊരു +2 എത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് കഴിയുമ്പോൾ, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥ +1 അലോട്ട്മെൻറ്റ് വാസ്തവം എന്താണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടക്, ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.